അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഞടുക്കഷ്ണങ്ങളായ ഞങ്ങളോട് ഭയങ്കര വേർതിരിവ. എടി മോളെ, അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ല. നിന്റെ തോന്നല അതൊക്കെ. അച്ഛൻ ചുമ്മാ നോളം പറയല്ലേ കേട്ടോ. അച്ഛൻ ബേക്കറി കാണിച്ചതെന്ന് എനിക്കറിയാം. അച്ഛന് നാരങ്ങാവെള്ളം വേണം. എനിക്കൊരു വെള്ളവും വേണ്ട. എടാ, നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ഞാൻ നിന്നെ കണ്ടില്ലെന്ന്? അച്ഛൻ കണ്ടില്ല, ചുമ്മാ നോളം പറയല്ലേ. നീ എവിടെയാടാ പോന്നെ? അച്ഛൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് പോയാൽ മതി. ഇപ്പൊ കേൾക്കാൻ സൗകര്യമില്ല. എടി മോളെ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവനോട് അങ്ങനെ പെരുമാറുമെന്ന്? അച്ഛൻ പെരുമാറുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഈ അമ്മ പെരുമാറും. ഞാൻ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ പറയുന്നേ? ഞാൻ മര്യാദയ്ക്ക് അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നേല്ലേ, എന്നിട്ട് ഞാൻ അടിച്ചു ഓടിച്ചിരിക്കുന്നു. നിന്റെ സഹായമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരബദ്ധം എല്ലാവർക്കും പറ്റും. അങ്ങനെയാണെങ്കിൽ നീ ചെയ്യുന്നത് മുഴുവനും അബദ്ധം തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് എല്ലാ അബദ്ധമൊന്നും അല്ല. നാളെ നീ വേറൊരു വീട്ടിൽ കയറി ചെല്ലണ്ട പണ്ട. അവിടെ ചെന്നിട്ട് നീ ഇതേപോലത്തെ അബദ്ധങ്ങളൊക്കെ കാണിച്ച് എന്ത് ചെയ്യും? ഞാൻ എന്തിനാണ് വേറൊരാളുടെ വീട്ടിൽ ചെന്ന് കയറി പോണത്? എന്നും ഇവിടെ നിൽക്കാന്ന വിചാരം. കണ്ടാച്ചാ കണ്ടാ, ഇതാണ് പറയണത് വേർതിരിവ്. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം, അതാണ് സംഭവം. ഇവിടെ ആർക്കും ആരോടും വേർതിരിവൊന്നുമില്ല. മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അച്ഛനമ്മമാരൊക്കെ പറയുന്നത്. അപ്പൊ എന്നോട് സ്നേഹം ഉണ്ടോ? ഉണ്ടോ 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 ഉണ്ടോ? എന്നാ ഉണ്ട്. അപ്പൊ ഇവിടെ വേർതിരിവൊന്നും ഇല്ലല്ലേ? ഇവിടെ ഒരു വേർതിരിവും ഇല്ല. 4 മക്കളും ഒരുപോലെ തന്നെ. പിന്നെന്താ അച്ഛമ്മയ്ക്ക് മാത്രം എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? നിനക്ക് ഇത്രയും നാളായിട്ട് അച്ഛമ്മയെ മനസ്സിലായിട്ടില്ല. അച്ഛമ്മയ്ക്ക് അങ്ങനെ ആരോടും അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ട് ദേഷ്യമോ സ്നേഹമോ ഒന്നും ഇല്ല. ഇന്ന് നിന്നോടാ ദേഷ്യമെങ്കിൽ നാളെ ഇത് മധുവിനോടായിരിക്കും. എന്നാ ഓക്കെ ഓക്കെ ഓക്കെ. നല്ലോണം ഒന്ന് ചിരിക്ക്. ഇങ്ങനെ പാല് തക്കാളിയാ. കേട്ട തക്കാളി അങ്ങനെ ആയിരിക്കും. അല്ല, നല്ലതാ നല്ലതാ. വേണം ഒരു ബിസ്ക്കറ്റ് കഴിക്കും. കുറച്ച് നേരത്തേക്ക് ഞാൻ എന്റെ മനസ്സ് വേണം. പാളിപ്പോയി. പാളിപ്പോയോ? എന്റെ കൈ ചീത്ത. രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാലേ കഴിച്ചു നോക്ക്, ഒരു പുതിയ ടേസ്റ്റ് കിട്ടും. വയറിളക്കം കിട്ടും. എടി കൃഷ്ണേ, ഇപ്പൊ ഞാൻ ചോദിച്ചാലേ അച്ഛമ്മയുടെ എല്ലാ സ്വത്തുകളും എനിക്ക് എഴുതി തരും. എഴുതി വാങ്ങ്. അത് ഞാൻ എഴുതി വാങ്ങിച്ചോളാ. നിനക്കറിയണ്ടേ ഞാൻ അച്ഛമ്മേനെ എങ്ങനെയാ സോപ്പിട്ടേന്ന്? വേണ്ട, അറിയണ്ട. അതെന്താ നിനക്കറിയണ്ടാത്തെ? താല്പര്യമില്ല. അതെന്താ നിനക്ക് താല്പര്യം ഇല്ലാത്തെ? എന്റെ പൊന്നു, എനിക്ക് താല്പര്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. വേണ്ട വേണമെങ്കിൽ ചോദിച്ചോണ്ടിരിക്കല്ലേ? നിന്റെ ഈ പരട്ട് സ്വഭാവം കാരണം അച്ഛമ്മക്ക് നിന്നെ കണ്ണെടുത്താണ് വിടാത്തെ. കാണണ്ട. എന്നാലും അങ്ങനെയല്ലല്ലോ, നിനക്ക് അറിയണ്ടേ? ഓസാണ് എന്റെ കയ്യിരിക്കുന്നത്. മുഖത്തിന് വെള്ളം തെറിപ്പിക്കും. വേണ്ട വേണ്ട, അറിയണ്ട. അനക്കാണ് സമ്മതിക്കത്തില്ല. എന്താടാ? തീരെ വയ്യാതിരിക്കാ. ശ്വാസം കിട്ടില്ല. അയ്യോ അയ്യോ, അച്ഛമ്മക്ക് എന്താ പറ്റിയ? അച്ഛമ്മ നിങ്ങളെ വിളിക്കണ്ട്, പെട്ടെന്ന് പോവാ. നീ നനച്ചേ. എങ്ങനെയുണ്ടമ്മേ ശ്വാസം മുട്ടല്? മൂക്കും വായും കൂടെ കെട്ടിവെച്ചാലേ അപ്പൊ നിനക്ക് മനസ്സിലാവും എങ്ങനെ അങ്ങോട്ട് ശ്വാസം മുട്ടുന്നത്. അത് മിണ്ടാതിരിക്കാൻ മേടുന്നു. നീ മിണ്ടാതിരി ആദ്യം. അച്ഛമ്മേ എന്താ പറ്റിയ? അച്ഛമ്മേ എന്താ പറ്റിയ? നീ എന്തോ ചോദിച്ചാ അച്ഛമ്മയുടെ മുറി തുടച്ചു കൊടുത്തത്? അടുക്കളേന്റെ അവിടെ ഉള്ള ഒരു റെഡ് ടിന്നില് ലോഷൻ. അത് ഡ്രസ്സിലെ കറയെല്ലാം കളയുന്ന സാധനല്ലേ? അത് 1-2 തുള്ളി ഒഴിച്ചാൽ തന്നെ നിക്കാൻ കഴിയില്ല. സൂപ്പർ. ഞാനത് മൊത്തം ഒഴിച്ചു, തറ നല്ല ക്ലീൻ ആവാൻ വേണ്ടിട്ട്. അയ്യോ, അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത നീയൊക്കെ എന്തൊരു പെണ്ണാടി. ചേച്ചി ചേച്ചി ചോദിക്ക, സ്വത്ത് ഒതുക്കി. നീ പൊടി. എന്ത് ചോദിക്കാൻ? അച്ഛമ്മേ, ചേച്ചിക്ക് സ്വത്ത് എഴുതി കൊടുക്കാൻ. ഇവക്ക് ഞാൻ സ്വത്തല്ല എഴുതി കൊടുക്കുന്നു. ഇല്ല അച്ഛമ്മ, ഇവിടെ വെറുതെ പറയണ. എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അച്ഛമ്മ ഇവിടെ ഈ പെണ്ണ് വെറുതെ പറയണോ? വെറുതെ പറയുന്നു. വെറുതെ പറഞ്ഞല്ല, വെറുതെ പറഞ്ഞല്ലോ. കൊടുക്കച്ചമ്മ, കൊടുക്ക്. മിണ്ടാതിരിക്കെ. അത് ഞാനങ്ങ് സഹിച്ചു. ഇവിടെ ഞാനൊന്ന് ശരിയാക്കും. ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. കൊല്ലാൻ നോക്കിയില്ലടി നീ എന്നെ. കൊല്ലാൻ നോക്കിയില്ലടി. നിങ്ങൾ രണ്ടു ശ്വാസം മുട്ടി ചത്തു പോന്ന് അനി കണ്ടിരിക്കവിടെ. ഇവളെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതാ, ഇപ്പൊ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നു. പെണ്ണിനൊരു അബദ്ധം പറ്റിയതല്ലേ? അബദ്ധം ഇവിടെ ഞാൻ ശരിയാക്കും. ഞാൻ ഇവിടെ ഇന്ന് ശരിയാക്കിയിട്ടുള്ളൂ.
പോട്ടെ അച്ഛമ്മ പോട്ടെ. മക്കളെ എന്നെ ഒന്ന് പിടിച്ചാ മോനെ. ബാ ബാ ബാ. അയ്യോ ഞാൻ പറഞ്ഞതല്ലേ ശ്വാസം മുട്ടൽ കൂടൂന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലേ? വാ അച്ഛമ്മ, വാ അച്ഛമ്മ, പോട്ട് പോട്ട് വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. അയ്യോ അങ്ങോട്ടല്ലേ? ആ എന്റെ മുറി പോലും മാറിപ്പോയല്ലോ. ശ്വാസം മുട്ടൽ കൂടിയിട്ട് മുറി വരെ മാറിപ്പോയി എൻ്റെ അമ്മക്ക്.